ജയചന്ദ്രൻ, ഈ ശ്രീ എം ജയചന്ദ്രൻ, കക്ഷി രാഷ്ട്രീയ പ്രതിനിധികളിലേക്ക് പോകുന്നതിന് മുമ്പ് ഇപ്പോൾ ആദ്യ പാദം കഴിയുന്നു, രണ്ടാം പാദത്തിൻ്റെ കൊട്ടിക്കലാശം പൂർത്തിയാകുന്നു. അവിടെ ഇനി 7 ജില്ലകളിൽ നിശബ്ദ പ്രചരണമാണ്. മറ്റന്നാൾ അവർ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നു. ഈ ഒരു സാഹചര്യത്തിൽ 71% ആദ്യ പാദത്തിലെ, അല്ലെങ്കിൽ 71%-ലധികമാണ് ആദ്യ പാദത്തിലെ പോളിംഗും. ഈ ഒരു പശ്ചാത്തലത്തിൽ ഏതർത്ഥത്തിലാണ് തെരഞ്ഞെടുപ്പുകളെ, ഈ ഇപ്പോഴത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണാനാകുന്നത്? ഞങ്ങളൊക്കെ 3 വോട്ട് ചെയ്തവരാണ് ഇന്ന്. എന്ന് പറഞ്ഞാൽ ഗ്രാമങ്ങളിൽ താമസിക്കുന്ന എല്ലാവർക്കും 3 വോട്ടുണ്ട്, നഗരവാസികൾക്കെല്ലാം ഒറ്റ വോട്ടേ വരും. അപ്പൊ പ്രാദേശിക സർക്കാരിന്റെ അധികാരം 3 തലങ്ങളിലായി വിനിയോഗിക്കാൻ സർക്കാർ തന്ന അവകാശം നന്നായി വിനിയോഗിച്ചിട്ടുള്ള ഒരാളാണ് ഞാനും. ഇന്ന് എന്റെ ജില്ല ആലപ്പുഴയാണല്ലോ. അപ്പോ താങ്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെ അടിസ്ഥാന സൗകര്യ വികസനം, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, അതാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്വം എന്ന് തിരിച്ചറിഞ്ഞ് നടപ്പിലാക്കിയ അപൂർവം സംസ്ഥാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനമാണ് കേരളം എന്ന് എല്ലാവർക്കും അറിയാം. ഈ സംസ്ഥാന ബജറ്റിന്റെ 40% തദ്ദേശ സ്ഥാപനങ്ങൾക്കായി നീക്കിവെച്ച ഏത് സ്റ്റേറ്റ് ആണ് വേറെ ഉള്ളത്? ഇത്ര കൃത്യമായി തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തുന്ന എത്ര സ്റ്റേറ്റുകൾ ഈ ഇന്ത്യ മഹാരാജ്യത്തുണ്ട്? ഇതാണല്ലോ പ്രാഥമികമായും പൊതുവിൽ ഈ ഇലക്ഷന്റെ 1ാം ഘട്ടം കഴിഞ്ഞ് നമ്മൾ ഒരു വിലയിരുത്തൽ നടത്തുമ്പോൾ നമ്മുടെ മുമ്പിലേക്ക് പ്രധാനമായി വരുന്ന കാര്യങ്ങളിൽ ഏറ്റവും പ്രമുഖമായത്. അതുതന്നെയാണ്, ആ കാഴ്ചപ്പാടിൽ തന്നെയാണ് ജനങ്ങൾ ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ ഇന്നത്തെ 1ാം ഘട്ടത്തെ കണ്ടിട്ടുള്ളത് എന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് എൻ്റെ ചുറ്റും, എൻ്റെ വാർഡിൽ നടക്കുന്ന വികസനം എന്തൊക്കെയാണ്? അത് വികസന പദ്ധതികളുണ്ട്, ക്ഷേമ പദ്ധതികളുണ്ട്. ഇത് രണ്ടും എൻ്റെ കൺമുൻപിലാണ് നടക്കുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലം നടന്നുകൊണ്ടിരുന്നത്, ഇനി തുടർന്ന് നടക്കാൻ പോകുന്നത്. അതിനാരാണ് ഏറ്റവും കൂടുതൽ യോഗ്യൻ എന്നുള്ളതാണ് പ്രാദേശികമായി വിലയിരുത്തപ്പെടുന്നത്. ആരാണ് എന്ന് ഏകവചനം പറയുമ്പോൾ ആ വാർഡ് മെമ്പർ എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് തന്നെയാണ്. അപ്പൊ അയാളുടെ വ്യക്തിപരമായ പ്രവർത്തന മികവ്, ജനങ്ങളോടുള്ള പ്രതിപത്തി, ജനാധിപത്യത്തിനോടുള്ള വിധേയത്വം, അഴിമതി വിരുദ്ധത, ഇതൊക്കെ അതിനകത്ത് സാധാരണ ഘടകങ്ങളായിട്ട് ജനങ്ങൾ കാണുന്നതാണ്. അതിനുശേഷമാണ് മുന്നണി രാഷ്ട്രീയം വരിക. പ്രാദേശികമായി പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ബ്ലോക്കിലും ജില്ലയിലേക്കൊക്കെ വ്യത്യസ്തമായ പഞ്ചപാടുകൾ ഉണ്ടാകാം. ഇപ്പൊ പ്രാദേശികമായി വാർഡ് തലത്തിൽ, ഗ്രാമതലത്തിൽ അതാണ് വരുന്നത്. അതിപ്പോ മാത്രമല്ല, ഇപ്പൊ നമ്മൾ ഒരു പുതിയ സ്കെയില് കൊണ്ട് നടക്കാൻ ശ്രമിക്കുകയല്ല ഞാൻ ചെയ്യുന്നത്. 1995 മുതൽ 5 വർഷം കൂടുമ്പോൾ ഇലക്ഷൻ തുടങ്ങുന്ന അന്ന് മുതലാണല്ലോ. അതിനുശേഷം ഈ കഴിഞ്ഞ 2020 വരെയുള്ള കാലയളവ്, അതിനുശേഷം 2025 1ാം ഘട്ടവും കഴിഞ്ഞു. കൃത്യമായ 5 വർഷ ഇടപാടുകളിലെല്ലാം ജനങ്ങൾ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. അതിൽ അപൂർവ സന്ദർഭങ്ങൾ മാത്രമാണ് 2010 ഈ UDF ഒരു മേൽക്കൈ വരുന്നത് ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ. അതിന്റെ അപഗ്രഥനങ്ങളിലേക്ക് ചിലപ്പോൾ പോകുന്നില്ല. പക്ഷേ നമ്മൾ 2015ഉം 2020ഉം നോക്കിയാൽ നമുക്ക് കാര്യങ്ങൾ അറിയാൻ പറ്റും എന്താണെന്നുള്ളത്. 25 വരികയാണ്. അപ്പൊ ആ വികസനത്തിന്റെ ഒരു നൈരന്തര്യം, ഒരു കണ്ടിന്യൂറ്റി, ഇങ്ങനെ ആ കണ്ടിന്യൂറ്റിയിലേക്കാണ് അങ്ങനെ ജനങ്ങൾ ഉറ്റുനോക്കിക്കൊണ്ടേയിരുന്നത്. അത് ഇപ്പോ കഴിഞ്ഞ 5 വർഷക്കാലം കൂടുതൽ പ്രായോഗികതയോടെ, തീവ്രതയോടെ തന്നെ, ഉത്തരവാദിത്വത്തോടെ അവരുടെ മുമ്പിലേക്ക് കാണപ്പെടുന്നുമുണ്ട്. അതിന് തുടർച്ചയാണ് അവർ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് താങ്കൾ ചോദിച്ചത്, ഇനി 2ാം ഘട്ടത്തിലേക്ക് അത് പോകുമ്പോൾ ഇതിന്റെ തന്നെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ടാണോ അത് വരുന്നത്? കാര്യം ഈ എക്സ്റ്റൻഷൻ എന്ന് പറയാൻ കാര്യം, ഇന്ന് മത്സരിച്ചവരെക്കാളും ഏതാനും ആയിരക്കണക്കിന് പേർന്ന് പറയാം കൂടുതലാണ് 2ാം ഘട്ടത്തിലുള്ളത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പൊ അതില് ആ എക്സ്റ്റൻഷൻ വരുമ്പോൾ ഇതിന്റെ തന്നെ ഒരു ഡെവലപ്മെന്റ് ആയിരിക്കും അവിടുത്തെ കാഴ്ചപ്പാടും വരുന്നത് എന്നാണ് കരുതുക. ഏതായാലും ഈ ഒടുവിൽ താങ്കൾ സൂചിപ്പിച്ചത് ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള വർഗീയ പശ്ചാത്തലങ്ങളൊക്കെ, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആ ഘട്ടത്തിലേക്ക് നമുക്ക് തിരിച്ചെത്താം. ഓക്കെ.